സൂരജ് സർ ഇന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം സ്റ്റോക്കിംഗ് ന്യൂസുകൾ എത്തിയിട്ടുണ്ട് അല്ലേ? അശോക് ലേലാൻഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അടക്കം എത്തിയിട്ടുണ്ട്. സാറിൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള ഏതൊക്കെ സ്റ്റോക്സുകളാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ ഏതൊക്കെയാണ് താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത്? അനില, നമ്മൾ ഈ എക്കണോമിയെക്കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ജനറലായിട്ട് ടാരിഫിനെ കുറിച്ച് പറയുന്നതൊന്നും നമുക്ക് പ്രേക്ഷകർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ല. ഈ പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു ഇഷ്ടം കംപ്ലീറ്റ് സ്റ്റോക്സ് ഏതാണ് എന്ന് കേൾക്കാനാണ്. ബട്ട് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ അതെന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് പച്ച മലയാളത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണ് ടാരിഫ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ടാരിഫ് കൊണ്ട് ഇന്ത്യക്ക് വരുന്ന പ്രോബ്ലങ്ങൾ എന്താണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ഒരു ബിസിനസ്സും എക്കണോമിയും വാച്ച് ചെയ്യുന്ന പ്രേക്ഷകരും നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ കവർ ചെയ്ത് പോകുന്നത്. എങ്കിലും ഞങ്ങളുടെ ഈ ടോക്കിൽ കൂടുതലും സ്റ്റോക്സിനെ കുറിച്ച് ഉൾപ്പെടുത്താനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് നമ്മൾ ആദ്യമേ പറയുന്നു. അതായത് വേറെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക, അതായത് ഈ ഫാം പ്രോഡക്ട്സിനും ഈ ഫാം എക്യുപ്മെന്റ്സിനും ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച്, ഇത് റെക്കമെൻഡേഷൻ അല്ല, ഒരു സോളിസിറ്റേഷനോ അല്ല, ജസ്റ്റ് അറിവിന് വേണ്ടി പറയാം. ഇന്നലെ മാഡം നിർമ്മല സീതാരാമൻ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, പറയുകയുണ്ടായി. അതായത് അഗ്രികൾച്ചർ ആൻഡ് അഗ്രികൾച്ചർ റിലേറ്റഡ് പ്രോഡക്ട്സിന് അത് അത് ട്രാക്ടേഴ്സ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ആണെങ്കിലും ശരി, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഈ വക കാര്യങ്ങളിലേക്ക് GST കുറയ്ക്കാൻ ഞങ്ങൾക്കൊരു ആലോചനയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഡിസംബർ ലാസ്റ്റ് ക്വാർട്ടറിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചാണ്. പക്ഷേ സബ്സ്റ്റാൻഷ്യലായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. എന്നാൽ ഈ വരുന്ന GST കൗൺസിൽ മീറ്റിങ്ങിൽ ഞങ്ങളത് മിക്കവാറും ടേക്കപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒന്നാമത് തന്നെ ഈ സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, സീഡ്സിന് GST 0 തന്നെയാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ ആഗ്രി പമ്പ്സിനൊക്കെ 12%, ട്രാക്ടറിനൊക്കെ 12% GST ഉണ്ട്. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് സീഡ്സിന് എന്തായാലും ഇല്ലല്ലോ. അപ്പോൾ ഈ ട്രാക്ടർ അല്ലെങ്കിൽ അത് അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്സിനായിരിക്കും ഈ 12%-ൽ നിന്ന് കുറയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള. അത് എന്തൊക്കെയാണ് എന്നുള്ളതിന് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടില്ല. എങ്കിലും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന GST കൗൺസിലിൽ ഫാം റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇറിഗേഷൻ റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഒരു GST റിഡക്ഷൻ വരികയാണെങ്കിൽ പൊതുവെ ഈ വക സ്റ്റോക്കുകൾക്ക് ചിലപ്പോൾ ബെനിഫിറ്റ് ആയിട്ട് വന്നേക്കാം എന്ന് ഒരു ഐഡിയ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. അതിൽ ബേസിക്കലി നമ്മൾ ഒരു ട്രാക്ടറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഓഫ് കോഴ്സ് അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ് ട്രാക്ടറിൽ. അതുപോലെ എസ്കോട്ട്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ ആണ് ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ ട്രാക്ടർ സെഗ്മെന്റിൽ. പിന്നെ KSB പമ്പ്സ്, ഈ പമ്പ് കമ്പനികൾ, അതായത് നമ്മൾ ഇറിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പമ്പുകളുണ്ടല്ലോ, KSB പമ്പ്സ്, ശക്തി പമ്പ്സ്, എന്തിനാണ് നമ്മുടെ കേരള ബേസ്ഡ് വി-ഗാർഡ്, പിന്നെ കിർലോസ്കർ, ഈ വക കമ്പനികൾക്ക്, ക്രോംപ്ടൺ ഗ്രീവ്സ്, ഇങ്ങനത്തെയൊക്കെ കമ്പനികൾക്ക് മിക്കവാറും ഒരു ബെനിഫിറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്, പ്രൊവൈഡഡ് അതിനൊക്കെയുള്ള GST കുറയ്ക്കുകയാണ്. കാര്യം അത് സെയിൽസിന് കുറച്ചുകൂടി ഒരു ഇംപെറ്റസ് ആയി മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഈ ആഗ്രോ കെമിക്കൽ കമ്പനികൾ ഉണ്ടല്ലോ, അതായത് കോറോമൻഡൽ ഇന്റർനാഷണൽ, യുണൈറ്റഡ് ഫോസ്ഫറസ് ലിമിറ്റഡ്, PI ഇൻഡസ്ട്രീസ് എന്നിങ്ങനെയുള്ള കമ്പനികൾക്കും ചിലപ്പോൾ ബെനിഫിറ്റ് വന്നേക്കാം. പിന്നെ ഗോദ്രേജ് ആഗ്രോവെറ്റ്, ഗോദ്രേജ് ഗ്രൂപ്പിൽ നിന്നുള്ള വലിയൊരു അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്, അതിനും ഒരു ബെനിഫിറ്റ് വന്നേക്കാം. ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഭാഗങ്ങളിൽ. പിന്നെ നമുക്ക് നോക്കാന്നുള്ള ധനുബ അഗ്രിടെക്, പിന്നെ കേരള ബേസ്ഡ് ആയിട്ട് FACT കൂടെ ഉണ്ട്. അപ്പോൾ ഈ വക കമ്പനികൾക്ക് ചിലപ്പോൾ ഒരു ബെനിഫിറ്റ് ആ GSTയുടെ ആ ഒരു റിഡക്ഷനിൽ സംഭവിച്ചേക്കാം എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു വെക്കുന്നു. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഡൽഹി ബഡ്ജറ്റ്. ഇന്നലെ എനിക്ക് തോന്നുന്നു 1 lakh crore ഡൽഹി ബഡ്ജറ്റാണ് വന്നത്. ആ ഡൽഹി 1 lakh ബഡ്ജറ്റിന് ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാശ് മാറ്റി വെച്ചിട്ടുണ്ട്. യമുന ക്ലീനിങ്ങിന് മാറ്റി വെച്ചിട്ടുണ്ട്. പൊതുവേ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഡൽഹി ക്ലോഗ്ഡ് ആണ്. അതായത് ഡൽഹിയിൽ ട്രാഫിക് മൂവ്മെന്റ്സ് വളരെ കുറവ്. അപ്പോൾ കൂടുതലും അതൊക്കെ മാറ്റി ഒരു ലിവിങ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ മാറ്റി വച്ചു. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഡൽഹി ബഡ്ജറ്റ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ DLF, അതായത് ഈ റിയൽ എസ്റ്റേറ്റ് പ്ലെയേഴ്സിന് അതൊരു വളരെ ഒരു ഇമ്പറ്റസ് ആണ്. കാര്യം ഡൽഹിയിലെ റിയൽ എസ്റ്റേറ്റ് പ്ലെയേഴ്സിന്റെ എപ്പോഴും വലിയൊരു ആവശ്യം എന്താണെന്നറിയോ, ഈ ട്രാഫിക്കും പൊല്യൂഷനും ഈ വക പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെയാണ്. അപ്പോൾ അതിനൊരു ഇമ്പ്രൂവ്മെന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും DLF പോലത്തെ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനീസിന് ബെനിഫിഷ്യൽ ആയിട്ട് വരും എന്നുള്ള. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ DLF മാത്രമല്ല പറഞ്ഞു വെക്കുന്നത്, ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് ഹൈദരാബാദിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഈ ഹൈദരാബാദ് പ്രോജക്റ്റ് ഏതാണ്ട് 1000 കോടിയുടെ യൂണിറ്റ്സ് അവർ വിറ്റു എന്നുള്ളതാണ് ഈ മാസം. അതൊരു വലിയൊരു സബ്സ്റ്റാൻഷ്യൽ നമ്പറാണ് 1000 കോടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വക റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സിൻ്റെയും കൂടി ഒരു ഇൻഫർമേഷൻ പറഞ്ഞു വെക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതുമല്ലാതെ ഈ SML ഇസൂസു എന്ന് പറഞ്ഞൊരു കമേഴ്ഷ്യൽ വെഹിക്കിൾ കമ്പനിയാണ്. അതിൻ്റെ രസം എന്താണെന്ന് അറിയാനില്ല, ഇന്നലെ അതിന് ന്യൂസ് വന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതിനെ ഏറ്റെടുക്കാൻ പോകുന്നു. ആ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഏറ്റെടുക്കാൻ പോണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് തോന്നുന്നു 1700 രൂപ എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ 1400-1500 രൂപയ്ക്കാണ്. അതായത് ഇത് എന്താണെന്നറിയോ, ഈ കമ്പനിയുടെ
പ്രൊമോട്ടറായിട്ട് പറയുന്നത് സുമിടോമോ. സുമിടോമോക്ക് ഏതാണ്ട് 44% സുമിടോമോന് ഉള്ളത്. ഇത് കൂടാതെ ഇസൂസു ജപ്പാൻ ഏതാണ്ട് 15%. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നതാണ് ഈ പ്രൊമോട്ടർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ ഈ സുമിടോമോന്റെ 44% മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എടുക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നലെ ഏതാണ്ട് അത് എനിക്ക് തോന്നുന്നു ഓപ്പൺ ചെയ്തത് 1700 രൂപയിലും കണ്ടാണ്. അത് 1600 ആയിട്ട് കുറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ മഹീന്ദ്ര അതിന് ഓഫർ ചെയ്ത പ്രൈസ് എനിക്ക് തോന്നുന്നു 1400 1500 ആണ്. അപ്പൊ മാർക്കറ്റ് പ്രൈസ് 1700, അതിനേക്കാളും താഴത്തെ ഒരു വില ഈ 44% സ്റ്റേക്കിന് മഹീന്ദ്ര ഓഫർ ചെയ്ത് 1400 1500 ഒക്കെ ആയതുകൊണ്ട് ആയിരിക്കണം ഒരു പക്ഷേ ഇന്നലെ ഏതാണ്ട് ഒരു 6.5% ആ സ്റ്റോക്ക് ഡൗൺ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ഇത് ഇന്നലെ വന്ന ഒരു ന്യൂസാണ്. ഇന്ന് വേറൊരു ന്യൂസാണ് നമ്മൾ രാവിലെ കേൾക്കുന്നത്. അതായത് SML ഇസൂസിനെ വേണ്ടി ബിഡ് ചെയ്യുന്നത് ഏതാണ്ട് അശോക് ലെയ്ലാൻഡ് ആണ്. ഇന്നോ നാളെ എങ്ങാണ്ട് അവരൊരു ഷെയർ ഹോൾഡേഴ്സ് ഒരു മീറ്റിംഗ് 5 മണിക്ക് എങ്ങാണ്ട് ബോർഡ് യോഗം എങ്ങാണ്ട് വച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിസ്ക്ലോസ് ചെയ്യാനാണെന്നുള്ള ഒരു മാർക്കറ്റ് സ്പെക്കുലേഷൻ ഉണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് മാർക്കറ്റ് പ്രൈസിന്റെ 10% അല്ലെങ്കിൽ 15% പ്രീമിയത്തിലാണ് എടുക്കാൻ പോകുന്നതെന്നാണ്. അപ്പൊ ചിലപ്പോൾ ഒരു SML ഇസൂസിന് ഒരു പോസിറ്റീവ് ബയസ് വന്നേക്കാം എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞു. ഏതാണ്ട് ആദ്യത്തെ ഒരു 9 മാസം ഉണ്ടല്ലോ ഈ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ ആദ്യത്തെ 9 മാസത്തിൽ ഏതാണ്ട് 1627 കോടിയാണ് ആ കമ്പനിയുടെ സെയിൽസ്. പ്രോഫിറ്റ് ഏതാണ്ട് 68 കോടിയും വരും. ഏതാണ്ട് കമേഴ്ഷ്യൽ വെഹിക്കിൾസിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യണേ. ആ SML ഇസൂസുവിനെ ഈതർ അശോക് ലെയ്ലാൻഡോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയോ ഏറ്റെടുത്തേക്കാം. അത് സുമിടോമോ എന്ന് പറയുന്ന പ്രൊമോട്ടറിന്റെ 44% സ്റ്റേക്ക് മേടിച്ചു കൊണ്ടാവണം എന്നാണ് ഇപ്പൊ സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം സ്പെക്കുലേഷനാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതിനോടൊപ്പം തന്നെ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് മറ്റേതെങ്കിലും സെക്ടേഴ്സ് കൂടി എത്തിയിട്ടുണ്ടോ? അനില, ഇത് എനിക്കിപ്പോൾ കേദാർ പ്രഭുവിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് വെച്ചാൽ വേറെ ഒന്നുമില്ല. കാര്യം ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് ഈ ONGCയെ കുറിച്ച് ഒരുപാട് പോസിറ്റീവ് റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. കാര്യം അതൊരു ബൈ ആണെന്നും വളരെ എന്താ പറയുക വളരെ ചീപ്പായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണെന്നും ഒക്കെയാണല്ലോ ONGCയെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതൊരു കണക്കിന് വാസ്തവമാണ് കേട്ടോ. പക്ഷേ എങ്കിലും ഒരു ഇൻഫർമേഷൻ അത് കേദാർ നമുക്ക് തന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്നലെയാണെന്ന് തോന്നുന്നു നമ്മൾ ആ ന്യൂസ് പറഞ്ഞിട്ട്, അത് വെനിസ്വേല ആയിട്ട് ഓയിൽ ട്രേഡിംഗ് ഉള്ള കൺട്രീസിന് ഒരു 25% ടാരിഫ് ട്രംപ് വച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഏതായാലും നമുക്ക് വെനിസ്വേല ആയിട്ട് നമുക്ക് ഇന്ത്യക്ക് ഏതാണ്ട് 1% താഴെ, എനിക്കൊന്ന് 0.092% എങ്ങാണ്ട് നമ്മുടെ ടോട്ടൽ ഓയിൽ ഇമ്പോർട്ട്സിൽ വെനിസ്വേല ആയിട്ട് നമുക്ക് ബന്ധമുള്ളൂ. അപ്പൊ അത് നമുക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ നമുക്ക് അവിടെ ഒരു പ്രശ്നം പറ്റിയിരിക്കണമെന്ന് വെച്ചാൽ, പ്രശ്നമല്ലാതെ ആക്ച്വലി നമ്മുടെ ഈ ഓയിൽ കമ്പനീസ് ഉണ്ടല്ലോ, PSU ഓയിൽ കമ്പനീസ് ആയ ONGC, ഓയിൽ ഇന്ത്യ, അല്ലെങ്കിൽ ഈ പറയുന്ന HPCL, ഇവരൊക്കെ ഒരു പ്രോബ്ലം പറ്റിയിരിക്കുകയെന്ന് വെച്ചാൽ ഇവർ 2-3 JVയിൽ അവിടെ പെട്ടുപോയിട്ടുണ്ട്. അതായത് അവിടെ ഓയിൽ എക്സ്ട്രാക്ഷൻ കമ്പനീസ് ആയിട്ട് സ്റ്റേറ്റ് ഓൺഡ് കമ്പനീസ് ഒക്കെ ആയിട്ട് ചേർന്ന് ഒരു 2-3 ജോയിന്റ് വെഞ്ചേഴ്സ്, എസ്പെഷ്യലി അതിൽ ONGC ആണ് മുമ്പിട്ട് നിൽക്കുന്നതെന്നുള്ള ONGC ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്. ആ നടത്തിയതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വെനിസ്വേലയെ വളരെ ഹോസ്റ്റൈൽ കൺട്രി ആയിട്ടാണ് ട്രംപ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് വെനിസ്വേല ആയിട്ടുള്ള ബന്ധങ്ങൾ ഈ ഇന്ത്യൻ കമ്പനീസിന് ഒരു പ്രോബ്ലം ആവുമോ, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്ക് പ്രോബ്ലം ആവുമോ എന്ന് ഗവൺമെന്റിനും ONGCയുടെ മാനേജ്മെന്റിനും ഒരു ആശങ്കയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ പറയുന്ന പോലെ ONGC അത് മാത്രമല്ല, ഈ JV പ്രകാരമേ ഈ JVയിൽ നിന്ന് നമുക്ക് ONGCക്ക് എന്തെങ്കിലും ഒരു പൈസ ഇട്ട് ഒരു JV അവിടെ വന്നു എന്ന് വിചാരിക്കുക, ONGC ഇൻവെസ്റ്റ് ചെയ്തു. എങ്ങനെയാണ് നമുക്ക് ആ പൈസ എന്നുള്ള ലാഭം കിട്ടുന്നത്? ആ ജോയിന്റ് വെഞ്ചറിൽ നിന്നുള്ള അവരുടെ പ്രോഫിറ്റ് ആവണമെന്നില്ല, അവരുടെ ഇതിൽ നിന്ന് ഒരു ഡിവിഡൻഡ് കിട്ടുമ്പോഴാണ് നമുക്ക് വരുന്നത്. ഏതാണ്ട് കുറച്ച് ഡിവിഡൻഡ് എനിക്ക് തോന്നുന്നു 2017, 18, 19 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ബട്ട് എങ്കിലും ആസ് ഓഫ് നൗ 4300 കോടിയുടെ ഡിവിഡൻഡ് അവിടെ കെട്ടിക്കിടക്കുകയാണ്. അത് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല, അവർ ഇതുവരെ തന്നിട്ടില്ല എന്നുള്ള. അത് എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ളതാണ് ONGC നോക്കുന്നത്. ഞാനിത് ഒന്ന് അറിയിച്ചിട്ട് ONGC സ്റ്റോക്കിനെ ബേസ് ചെയ്ത് ഇതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും കമ്പനിക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല. കാര്യം കമ്പനി അത്രയ്ക്ക് വലിയ ഹ്യൂജാണ്, 4300 കോടി. ബട്ട് എവിടെയൊക്കെയാണ് നമ്മളൊരു നെഗറ്റീവ് ന്യൂസ് ഒരു സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ONGCയെ കുറിച്ച് പറഞ്ഞത്. ONGCയെ കുറിച്ചും SML ഇസൂസുവിനെ കുറിച്ചും നമ്മൾ ആനന്ദ് ഒന്ന് റെഡി ആവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടെക്നിക്കൽസ് ഒന്ന് നമുക്ക് അറിയിക്കണം. ആനന്ദ് റെഡി ആണെങ്കിൽ ഇതൊന്ന് ചോദിച്ചു പറയാം. SML ഇസൂസു, പിന്നെ DLFും ഗോദ്രേജ് പ്രോപ്പർട്ടീസും, അതായത് ഈ റിയൽ എസ്റ്റേറ്റിന് എന്താണ് മൂവ്മെന്റ് എന്നുള്ളതും കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നു. സർ സൂചിപ്പിച്ചതുപോലെ ആനന്ദിന്റെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ആനന്ദ് ആദ്യം തന്നെ SML ഇസൂസു ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷനിലേക്കാണ് ചോദിക്കുന്നത്. കാരണം SMLനെ സംബന്ധിച്ചിട്ട് നേരത്തെ സാർ സൂചിപ്പിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസിനോട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ ആദ്യ മിനിറ്റുകളിൽ ഓഹരികൾ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 4% മുകളിലുള്ള ഒരു മുന്നേറ്റമാണ് ഇന്നിപ്പോൾ നമുക്ക് SML ഇസൂസുയുടെ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയുടെ ഒരു ടെക്നിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ് ആനന്ദ് വിലയിരുത്തുന്നത്?
ഇപ്പം SML ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ നിലവിൽ അതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ലെവലിൽ നിന്നാണ് ആ ഒരു ഹ്യൂജ് ബൈ നടന്നേക്കുന്നത്. സപ്പോർട്ട് ലെവലിൽ നിന്ന് ഏകദേശം ഒരു 57% മുന്നേറ്റമാണ് ഒരു 1 വീക്ക് കൊണ്ട് തന്നെ SML ഇഷ്യൂസ് തന്നേക്കുന്നത്. സോ ഒരു ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു ബെയറിഷ് ട്രെൻഡിലേക്ക് മാറിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള റാലി ചെയ്തിട്ട് ഒരു കറക്ഷൻ ഫേസിൽ നിന്നാണ് പിന്നെ ആ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ ഏകദേശം 57% റിട്ടേൺസ് SML ഇഷ്യൂസ് തന്നേക്കുന്നത്. അതായത് 57% ഏകദേശം 50% മാത്രം ഏകദേശം തന്നേക്കുന്നത് 4 ദിവസം കൊണ്ട് മാത്രമാണ്. സോ നിലവിലത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു 57%ൽ നിന്ന് തന്നെ ഏകദേശം ഒരു വളരെ നല്ലൊരു ബിൽഡപ്പ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതൊരു വോളിയം കോൺട്രാക്ഷൻ നമുക്ക് പറയാം തന്നെ. സോ നല്ലൊരു ബിൽഡപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മളൊരു സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പോസിറ്റീവ് തന്നെയാണ്. സോ നിലവിലൊരു മേജർ സപ്പോർട്ടായിട്ട് നമുക്ക് SML ഇഷ്യൂസിൽ കണക്കാക്കാൻ സാധിക്കുന്ന ആ ഒരു ബിൽഡപ്പിൻ്റെ ആ ഒരു ബേസ് ആണ്. ആ ഒരു ബേസ് ഉദ്ദേശിക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1681 റുപ്പീസ് എന്ന് പറയുന്ന ആ ഒരു ബേസ് ആണ്. ആൻഡ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 789 റുപ്പീസ് എന്ന് പറയുന്ന ആ ഒരു ഹൈ ആണ് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. സോ നിലവിൽ നിൽക്കുന്നത് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രക്ചറാണ് SML ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഹ്യൂജ് മൊമെൻറ്റത്തിന് ശേഷമുള്ള ഒരു നല്ലൊരു ബിൽഡപ്പാണ് നമുക്ക് ഇഷ്യൂസിൽ കാണാൻ സാധിക്കുന്നത്. സോ നിലവിൽ നമുക്കൊരു ആ ഒരു ബിൽഡപ്പ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് 1910 റുപ്പീസാണ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 2000 റുപ്പീസ് സൈക്കോളജിക്കൽ ലെവലാണ്. 2000 റുപ്പീസിൽ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ചില കമ്പനികളെ കുറിച്ച് കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് ഗോദ്രേജ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിനെ സംബന്ധിച്ചിപ്പോൾ റിയൽറ്റി സെക്ടർ പരിശോധിക്കുകയാണെങ്കിലും ഇന്നിപ്പോൾ സെക്ടേഴ്സിൽ ഏറ്റവും അധികം നേട്ടം നൽകുന്ന ഒരു ഓഹരി അല്ലെങ്കിൽ സെക്ടർ കൂടിയാണ് റിയൽറ്റി തന്നെ. അതിൽ തന്നെയും ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഏകദേശം 0.5% മുകളിലുള്ളൊരു മുന്നേറ്റമാണ് കാണുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിലുള്ള ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? യെസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലാസ്റ്റ് ഐ തിങ്ക് അറൗണ്ട് ഒരു ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു മാർച്ച് 17th ഉണ്ടായ ആ ഒരു റാലി നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് തന്നേക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ SML ഇഷ്യൂസിൽ പറഞ്ഞതുപോലെ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു ബിൽഡപ്പ് നടത്തി. അതായത് SML ഇഷ്യൂസ് നിലവിൽ ഒരു ബിൽഡപ്പ് സ്റ്റേജിലാണ് നിലവിൽ SML ഇഷ്യൂസ് നിൽക്കുന്നത്. പക്ഷേ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ബിൽഡപ്പ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പുൾ ബാക്ക് വന്നേക്കുന്നത് ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഒരു ലെവൽ, ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയാൻ പറ്റില്ല, ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിലാണ് ആ ഒരു പുൾ ബാക്ക് വന്നേക്കുന്നത്. സോ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ ആ ഒരു ബെയറിഷ് അണ്ടർടോണിൽ നിന്ന് ഒരു ബുള്ളിഷ് അണ്ടർടോണിലേക്ക് മാറുന്ന ഒരു സ്ട്രക്ചർ ചേഞ്ച് അവിടെ നിലവിൽ നടക്കുന്നുണ്ട്. സോ നമുക്ക് നിലവിൽ ഒരു ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ ഒരു വളരെ സ്ട്രോങ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 2280 എന്ന് പറയുന്ന ലെവലിൻ്റെ മുകളിൽ നമുക്ക് നല്ലൊരു സ്ട്രോങ് മൂവ്മെൻറ്റ്, ഒരു വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വളരെ ഹ്യൂജ് മൂവ്മെൻറ്റത്തോട് കൂടിയുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് അത് കണ്ടിന്യൂ അത് ഏകദേശം ഒരു 2434 to 449 ആ ഒരു റേഞ്ച് വരെ ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയും കൂടി ഉണ്ട് ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ.